ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടി സ്തോത്രം ചെയ്യുന്നു. Once again I thank the Lord. സർവശക്തനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിലും നമ്മളോടൊപ്പം ഉള്ളതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. Let us give thanks to Almighty God for His presence there in our midst. വളരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. We are living in a world where there are a lot of troubles and trials. യുദ്ധങ്ങളും പ്രശ്നങ്ങളും ക്ഷാമങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ അനേകം കാണുവാൻ കഴിയും. We are able to see a lot of famine or calamities and also war around us. മാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ നിമിത്തം അനേകർ ഈ ലോകത്തിൽ ആത്മഹത്യ ചെയ്ത് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. We also notice that some of them suicide because sudden news. കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. You would have noticed in the past. വീട്ടില് TV വെച്ചു. One of them switched on the television. ടിവിയുടെ സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞു. They told to reduce the volume of the പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചു. The husband and wife spoke about it. വൈഫ് കത്തിയെടുത്ത് ഭർത്താവിനെ കുത്തിക്കൊന്നു. The wife took the knife and killed her husband. എത്ര പ്രതിസന്ധി നിറഞ്ഞ ഒരു ലോകമാണ്. What a dangerous world that we are living in. ചെറിയ കാര്യങ്ങൾക്ക് പോലും മനുഷ്യർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യം. It's a situation where people are not able to understand or adjust to the small things that's around us. ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയാതെ പരസ്പരം കൊല്ലുവാൻ അല്ലെങ്കിൽ പോർ വിളിക്കുവാൻ ശ്രമിക്കുന്ന ലോകം. A world that is ready to harm others or kill someone for a very small matter. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ When we look into it, പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. we can understand many things. ഒന്ന്, മനുഷ്യരുടെ ഇടയിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. First thing that we must see is the peace among one another is reducing. രണ്ട്, പരസ്പരമുള്ള ബഹുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. The respect for one another is also reducing. മൂന്ന്, സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയാത്ത സാഹചര്യങ്ങളിൽ മനുഷ്യൻ ക്ഷമ കെട്ടുപോയിരിക്കുന്നു. People are not able to have a peaceful nature or to forgive and forsake things. നാല്, ദൈവിക നിയന്ത്രണം അല്ലെങ്കിൽ സമാധാന നിയമം നമ്മളിൽ നിന്ന് കുറഞ്ഞിരിക്കുന്നു. We also notice that the Lord's presence or the peace of God is not there anymore. ഇതിന്റെയൊക്കെ നടുവിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് What we need in the midst of all this is ദൈവവചനം, പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് വേണം. We need a situation where the word of God and the Holy Spirit lead us. ലോക മനുഷ്യൻ എങ്ങനെയും ആകട്ടെ, Let the world be in any way. ലോകത്തിന്റെ സാഹചര്യം എങ്ങനെയാകട്ടെ, Let the worldly situation be anyway. എന്നാൽ ആത്മീകരുടെ ഇടയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. We notice that nowadays in even the spiritual realm people are coming into that situation. പരസ്പരം സഹിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. People not able to bear or accept certain things. ഇപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നമുക്കുണ്ടാകണം. In such a situation we need the intervention of the Holy Spirit. ദൈവവചനത്തിന്റെ സ്വാധീനം നമുക്കുണ്ടാകണം. We should have the power of the word of God. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? What we should do? നമുക്കൊരു ദൈവിക സ്പർശനം ആവശ്യമാണ്. We need the touch of God. ആ ദൈവിക സ്പർശനം ഇന്നത്തെ ആത്മീക സഭയ്ക്ക് വളരെ ആവശ്യമാണ്. It is very necessary in today's spiritual world. എപ്പോഴൊക്കെ സഭ അല്ലെങ്കിൽ ആത്മീക ലോകം തകർച്ചയിലേക്ക് പോയിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ ദൈവിക സ്പർശനത്തിന് വേണ്ടി കാത്തിരുന്ന അനേകരുണ്ട്. When the church or when the world was facing a lot of problem, the people of the children of God were waiting upon the Lord's touch. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് What I would like to speak this morning is 85-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ 6-ാം വാക്യമാണ്. Psalms 85 verse 6. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? Will you not revive us again that your people may rejoice in you? ഉണർത്തപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത് എന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ സംസാരിക്കാം. I would like to tell you what are the few things that we have to do to revive us again. നമ്മളൊരു ഉണർവ് പ്രാപിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? What should we do to get a revival? ഒന്ന്, First thing, താഴ്മയുള്ളവരായി ദൈവത്തോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. we should be humble and righteous in front of God. ഒന്നുകൂടെ ഞാൻ പറയാം.
I say this again. താഴ്മയുള്ളവരായി ദൈവത്തോട് നാം നീതി പുലർത്തുക. We should be humble and righteous in front of God. അതിനോടുള്ള ബന്ധത്തിൽ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let us read 2 verses for that. യെശയ്യാ പ്രവചനം 57 അധ്യായം Book of Isaiah 57, അതിന്റെ 15 വാക്യം. verse 15. ദോ, Thus say the high and exalted one, who lives forever, whose name is holy. I dwell on a high and holy place, and also to the contrite and lowly of spirit, in order to receive the spirit of the needy, and to receive the heart of the contrite. മലയാളത്തിൽ കൂടെ ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ആ. ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമവും ഉള്ളവനുമായവൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. ആ. താഴ്മയുള്ളവരുടെ മനസ്സിനും അപ്പം ദൈവം ഒരുവനിൽ പ്രവർത്തിക്കണമെങ്കിൽ If God has to work in a person, നമ്മൾ എന്ത് ചെയ്യണം? what should we do? താഴ്മയുള്ളവരായിരിക്കണം, We should be humble. മനസ്താപമുള്ളവരായിരിക്കണം. We should have a contrite spirit. അതിന്റെ അടുത്ത വാക്യം വായിക്കാം. The minister, next one. മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ആ. ചൈതന്യം വരുത്തുവാൻ ആ. മനസ്താപവും മനോവിനയവും ഉള്ളവരോട് കൂടെയും ആ. വസിക്കുന്നു. മനസ്താപവും മനോവിനയവും ഉള്ളവരോട് കൂടെ ദൈവം വസിക്കുന്നു. God lives among the contrite ones and the humble ones. അപ്പം നമ്മളിൽ ഒരു ദൈവിക നിയന്ത്രണം സ്തംഭവിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? മനസ്താപവും മനോവിനയവും ഉള്ളവരായിരിക്കണം. If God has to intervene in our lives, what should we do? We should be humble and also have a contrite spirit. ഒരു വിധത്തിലും വിട്ടുവീഴ്ച ഇല്ലാത്തവരായി ജീവിക്കുന്ന അനേകരുടെ നടുവിൽ When many people are stubborn and there's no excuses for whatever they feel, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുള്ളവരായി നാം ആയിത്തീരണം. we should be people who are ready to live it. ആ വാക്യം വായിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, In clarity, it is written like this. ദൈവം ആരാണ്? Who is God? ഉന്നതനായ ദൈവമാണ്. He is the Holy One. ഉന്നതനായ ദൈവം നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് എന്താണ്? What does our high God expect from us? ഉന്നതനാണെങ്കിലും പരിശുദ്ധനാണെങ്കിലും സർവശക്തനായ ദൈവമാണെങ്കിലും താഴ്മയുള്ളവരോടും മനസ്താപമുള്ളവരോടും കൂടെ ചേർന്ന് വസിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. What is God expecting from us? As He is holy, as He is in a higher position, He wants to live among us if we are humble and in a contrite spirit. ഇന്നത്തെ മനുഷ്യ സമൂഹത്തിന്റെ പരാജയം എന്താണ്? What is the failure of today's world? എത്ര തെറ്റ് കണ്ടാലും പറയരുത്. However you see mistake, you should not speak up. അത് ശരിയാണെന്ന് അംഗീകരിച്ച് അവരെ കൂടെ ചേർത്ത് കൊണ്ടുപോകണം. Even if it's wrong, we have to hold them along with us and walk along with them. അതാണ് ഇന്നത്തെ മനുഷ്യ സമൂഹത്തിന്റെ പ്രശ്നം. That is the problem of today's people. സഭയുടെ പ്രശ്നം അതാണ്. That is the same problem in the church. ഒരു സഭയിൽ നിന്ന് ഒരാളെ എന്തെങ്കിലും തെറ്റിന് തിരുത്തിയാൽ മറ്റൊരു സഭയിൽ അവരെ എടുത്ത് സെക്രട്ടറിയോ പ്രസിഡന്റോ ആക്കി വെക്കും. In one church, if that person makes a mistake and correct them, they leave the church and they go to another church and they become the secretary or someone else in that higher ranking in another church. മാത്രമല്ല, Not only that, ആത്മീക ശിക്ഷണവും ആത്മീകമാകുന്ന മൂല്യങ്ങളെക്കുറിച്ചും പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ എണ്ണവും അളവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. the number of the servants of God who preach about holiness, who preach about correction, is reducing nowadays. എല്ലാവർക്കും എണ്ണവും അളവും കാണിക്കണം. Everyone needs to show the number. മറ്റ് അനേകർക്ക് പണം വേണം. Many people need money. അപ്പൊ എണ്ണം കാണിക്കണം, You have to show number. അളവ് You കാണിക്കണം, have to show the measurement. പണം ഉണ്ടാക്കണം. You have to make money. സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനം വേണം. You need a high position in the society. 100 പേരുള്ള സഭ 500 ആയിട്ട് വളരണം. If 100 people church should become 500 people church. 500 ഉള്ളത് 1000 ആയിട്ട് വളരണം. 500 people church should be 1000 people church. ഇതൊക്കെ സംഭവിക്കുന്നത് നല്ലതാണ്. ദൈവം അത് ചെയ്യുന്നെങ്കിൽ സംഭവിക്കട്ടെ. It is good, and if God is doing it, let it happen. പക്ഷേ But ഒരുവനിൽ വ്യക്തമായ മാനസാന്തരത്തോടെ ദൈവം ആഗ്രഹിക്കുന്ന ഫലം കായ്ച്ച് ജീവിക്കുവാൻ ഒരുവൻ തയ്യാറാകണം. a person should be ready to have a repentant life, a salvation life, and a truthful life. അതിനൊന്നാമത് ഞാൻ പറഞ്ഞു വന്നത്, What the first thing I said is, താഴ്മയും മനസ്താപവും മനോവിനയവും ഉള്ളവരായി നാം we should be ദൈവസന്നിധിയിലായിരിക്കണം. a person who have a humble quality and a contrite spirit.
ഇത് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ If we should have these qualities, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. there's one most important thing that we should understand. നാം ആരാണെന്ന് മനസ്സിലാക്കണം. We should know who we are. നമ്മൾ പൊടിയാണ്. We are just dust. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് The next thing is, ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമേ നമ്മളുള്ളൂ. if we stand firm, it's only a breath that we leave. മൂന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് Third news. നമ്മുടെ ശ്വാസം നിന്നുപോയാൽ If our breath is stopped, 1-2 ദിവസമേ ആൾക്കാർ നമ്മളെ സ്നേഹിക്കത്തുള്ള ഇന്നാരാന്നും പറഞ്ഞ്. 2 or 3 days they will love us for who we are. 2 ദിവസം കഴിഞ്ഞാൽ After 2 days, എത്ര സ്നേഹിക്കുന്നവരും however they love you, നമ്മുടെ അടുത്തിരിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. they will not be ready to sit beside us. ഈ ശരീരത്തിൽ നിന്ന് നാറ്റം വമിക്കാൻ തുടങ്ങും. The smell of a decay will be coming up. 3-ാം ദിവസം ആൾക്കാർ ആരും അടുത്തിരിക്കത്തില്ല. Third day, nobody will sit beside us. വേണ്ടുന്ന ക്രമീകരണം ചെയ്തില്ലെങ്കിൽ They do not do the necessary things, മുനിസിപ്പാലിറ്റിക്കാർ വന്ന് അല്ലെങ്കിൽ കോർപ്പറേഷൻകാർ വന്നിട്ട് വേണ്ടുന്ന ക്രമീകരണം ചെയ്യും. the municipality people or the corporate people will come and do the necessary things. സ്നേഹമുള്ളവർ മുഴുവൻ മാറിപ്പോകും. The dear ones will walk away from you. നമ്മളുടെ അവസ്ഥ എന്താണ്? What is our situation? നമ്മൾ താഴ്ന്ന മനോവിനയമുള്ളവരായി, ദൈവകൃപയുള്ളവരായി, ഭക്തിയുള്ളവരായി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, ക്ഷമയുള്ളവരായി ജീവിക്കണം. ഇത് മാത്രമാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. This is what the Lord expects from us, to be humble, to be having a contrite spirit, to be a person who has a quality of being a truthful child of God. മറ്റൊരു വാക്യം അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് When there's another word that says, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യമാണ്. the book of James chapter 4 verse 6. But he gives us more grace. That is why Scripture says, God opposes the proud and but gives grace to the humble. വായിച്ചിട്ട് മലയാളത്തിൽ കൂടെ. എന്നാൽ അവൻ ആ. അതിന് കൃപ നൽകുന്നു. ആ. അതുകൊണ്ട് ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുകയും ദൈവത്തിന്റെ ഒരു പ്രത്യേക ഗുണം എന്നാണ്? What is the quality of God? ദൈവം തന്റെ മക്കൾക്ക് അധികം കൃപ നൽകുന്നു. God has given a lot of grace for his പക്ഷേ people. But ദൈവത്തിനൊരു പ്രശ്നമുണ്ട്. there's a problem with God. അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. But he will be against people who are stubborn and ദൈവം against. നിഗളികളോട് എതിർത്ത് നിൽക്കുകയും He resists the proud. ആർക്കാണ് കൃപ നൽകുന്നത്? To whom does he give? താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. God gives the grace to the people who are humble. ഉണർവ് ഒരുവനിൽ സംഭവിക്കണമെങ്കിൽ If revival has to take place, ഒന്ന് താഴ്മയുള്ളവരായി ദൈവത്തോട് അടുത്ത് ചെല്ലുക. we have to be a person who do not have the proudness of pride, but be humble. 2, ദൈവം അധികം കൃപ നൽകുന്ന ദൈവമാണ്. God is a God who gives a lot of grace. പക്ഷേ But ദൈവം താഴ്മയുള്ളവർക്കാണ് കൃപ നൽകുന്നത്. God gives grace to those people who are humble in His presence. ഇനി രണ്ടാമത്തെ അതിന്റെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, The next point I would like to share, പാപങ്ങളെ കുറിച്ച് അനുതപിക്കുന്നവരായിരിക്കണം നാം. we should be people who repent for our sin. ഹോശിയ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, When we read book of Hosea, it says, 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. Hosea 6 verse 1 to 3. Come, let us return to the Lord. He has torn us into pieces, but He will heal us. He has injured us, but He will bind up our wounds. After 2 years He will revive us, on the 3rd day He will restore us. That He may മലയാളത്തിൽ കൂടി ഒന്ന് വായിക്കാം. പരിവിത്ത മെഹയുടെ അടുക്കിലേക്ക് ചെല്ലുക. ആ. അവൻ നമ്മെ കഴുത്ത് കീറിയിരിക്കുന്നു. ആ. അവൻ സൗഖ്യമാക്കും. ആ. അവൻ നമ്മെ അടുത്തിരിക്കുന്നു. ആ. അവൻ മുറിവുകെട്ട്. ആ. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. ആ. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. ആ. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. ആ. നാം അറിഞ്ഞുകൊള്ളുക. ആ. യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കുക. ആ. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയം. യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കാം. We should have a desire to have to know the Lord. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ ഒത്തിരി നമുക്കുണ്ടല്ലോ. We have a lot of little ones among നമ്മുടെ us. കുഞ്ഞുങ്ങൾ വഴക്ക് കാണിച്ചാൽ അവർ എന്ത് ചെയ്യും? നമ്മൾ വഴക്ക് പറയും. So when our children are stubbornness, what do? We scold them. ചിലപ്പോൾ ശബ്ദം ഉയർത്തി പറയും. We raise our voice and speak. അതിനകത്തും ഒതുങ്ങിയില്ലെങ്കിൽ ചിലപ്പം അത് കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി പറയും. If they don't listen to us with the volume of our tone that we've increased, and we increase a bit higher. അതിനകത്തും കൺട്രോൾ ആയാലും ചിലപ്പോൾ ചെറിയൊരു പിച്ച് കൊടുക്കും. If they still don't listen to us, we give a pinch to the child. അതിനകത്ത് ഒതുങ്ങിയില്ല ചിലപ്പോൾ ഒരു വടി എടുത്തിട്ട് കൊച്ചു അടി കൊടുക്കും. Then if in spite of that also the child doesn't listen, they take a stick and whack him. അതിനകത്ത് ഒതുങ്ങിയില്ല ചിലപ്പോൾ നല്ലതായിട്ട് ഉപദ്രവിക്കും. Then if even then he doesn't obey, then a greater punishment is given. പക്ഷേ But ഇതെല്ലാം
ആ കുഞ്ഞിനോട് നമ്മൾ ചെയ്യുന്നത് all these things that we do to the ആ child, കുഞ്ഞിനെ കൊന്നുകളയാനോ നശിപ്പിക്കാനോ അല്ല. it is not to kill the child or spoil the child. ഇന്ന് അനേകരുടെ ഒരു പ്രശ്നം The most difficult problem of the people today, കറക്റ്റ് ചെയ്യേണ്ടുന്നത് കറക്റ്റ് ചെയ്യത്തില്ല. what should be corrected, they don't correct it. ദൈവവചനം എങ്ങനെ പറയുന്നേ? This is what the word of God says. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. Instruct the child in the path that he has to walk. കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മുതിർന്നവരോ പിണങ്ങി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അകന്നു പോയെന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യേണ്ടുന്ന കാര്യം കറക്റ്റ് ചെയ്യാതിരുന്നാൽ, If we feel that they will walk away, the elders will walk away, and if we don't correct the child, നാളുകളിൽ അവർ പരാജയപ്പെടും. then they will be a failure in the future. അവർ പരാജയപ്പെട്ടാൽ If they become a failure, അവർക്ക് നഷ്ടം വരുന്നതിനോടൊപ്പം തന്നെ when they get the failure, the same thing we also, അതേ നഷ്ടം മാതാപിതാക്കൾക്ക് സംഭവിക്കും. we also have a big loss too. അതേ നഷ്ടം കുടുംബാംഗങ്ങൾക്ക് സംഭവിക്കും. The same loss will be among the family. അതേ നഷ്ടം സമൂഹത്തിന് സംഭവിക്കും. The same loss will be for the society. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, Just think over. ഒരുത്തനൊരു അക്രമകാരിയോ കൊലപാതകിയോ ആയാൽ If a person is a murderer or a troublemaker, അവനെ കണ്ടുപിടിക്കാൻ നമ്മളുടെ ഗവൺമെന്റ് എന്തും വേണ്ടി കാശ് മുടക്കുന്നത്. so to find that person, or they spend the government spends a lot of money. ഉദാഹരണത്തിന് For example, ഒരു മനുഷ്യൻ ഒരു കൊലപാതകം ചെയ്തിട്ട് if a person has murdered someone, ആ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങ് പോയി, he has gone from there, വളരെ ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കുക. he lives in a very far off place. അറിവ് കിട്ടിയാൽ If they come to know, പോലീസോ ഉന്നതരായ ആൾക്കാരോ if the police or the higher authorities പെട്ടെന്ന് know, ഫ്ലൈറ്റിലോ ട്രെയിനിലോ ഒക്കെ അല്ലെങ്കിൽ വാഹനങ്ങളിൽ അതിവേഗത്തിൽ അവർ പെട്ടെന്ന് പോകും. whichever means of transportation they can get to go there quickly, they will try that and go. ചില ദിവസങ്ങൾ അവിടെ താമസിച്ച് ഈ ആളിനെ കണ്ടുപിടിക്കും, They stay in that particular place and search for this person, മടക്കി കൊണ്ടുവരും, and they'll bring him back. കോടതിയിൽ കൊണ്ട് ഹാജരാക്കും. They'll bring the person in front of the court. കോടതിയിൽ ഹാജരാക്കി ശിക്ഷ വിധിച്ചാൽ When the court gives the punishment, വർഷങ്ങൾ ഗവൺമെന്റ് അവരെ തീറ്റിപ്പോറ്റണം. the government has to give food and feed the എന്തൊരു family. നഷ്ടമാണ്. What a loss. അപ്പോൾ നടത്തേണ്ടുന്ന വഴിയിൽ നടത്തിയില്ലെങ്കിൽ സമൂഹത്തിന് നഷ്ടം, കുടുംബത്തിന് നഷ്ടം, ദേശത്തിന് നഷ്ടം, മാതാപിതാക്കൾക്ക് നഷ്ടം, സകലതും നഷ്ടം മാത്രമാണ്. If we do not correct our children at the right time, then there's a loss not only for the society, not only for the nation, not only for the country, but also for our own family. അത് മാത്രമല്ല, That is not it. ദൈവരാജ്യത്തിന് നഷ്ടമാണ്. It is a big loss to the kingdom of ഇവന്റെ God. ആത്മാവ് നഷ്ടപ്പെട്ടാൽ If his soul is lost, അത് ദൈവത്തിന്റെ പ്ലാനിന് വിപരീതമാകുകയാണ്. it is going against the plan of God. അപ്പോൾ ഇന്ന് രാവിലെ ഈ വാചകം നമുക്ക് എന്തെങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? How does it bring a connecting to us? കർത്താവേ, വല്ല വിധേനയോ However, Lord, എന്റെ ആത്മീക മൂല്യങ്ങൾ, my spiritual knowledge, എന്നെ കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നത് what you expect of what you, എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ if there's any kind of failures, നിന്റെ രാജ്യത്തിന് നഷ്ടമാണ്. it is a loss to your kingdom, O Lord. മാത്രമല്ല, Not only that, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. Jesus Christ died for you and for me. ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടാൽ If we are lost, തന്റെ മരണമെന്നത് the death of Christ, ഹല്ലേലൂയ, പലപ്പോഴും അത് ഉദ്ദേശിക്കുന്നത്ര വിടുതൽ നമുക്കില്ലാതെ നമ്മളുടെ നഷ്ടം ഒരു നഷ്ടമായി തന്നെ തീരുകയാണ്. when we are lost, then the big loss for the kingdom of God. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, That's why the word of God says, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും if a man gains everything in this world, അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? what gain does he get if he നമ്മൾ loses his എന്തെല്ലാം soul? നേടിയിട്ട് എന്താണ് പ്രയോജനം? What is there if we gain everything? ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന് കൊള്ളാവുന്നവരായി നമ്മൾ ജീവിക്കണം. If we live, we should live according to God's will. ജീവിക്കുന്നെങ്കിൽ ദൈവമക്കളായി നമ്മൾ ജീവിക്കണം. If we live, we should live as a child of God. അപ്പൊ പാപങ്ങളെ കുറിച്ച് അനുതപിക്കണം. We have to have a repentance for our sin. കർത്താവ് സർവശക്തനാണ്. Our God is Almighty God. കർത്താവ് ക്ഷമിക്കും. God will forgive. കർത്താവ് പണിയും. God will build. കർത്താവ് അനുഗ്രഹിക്കും. God will bless. കർത്താവ് നന്മകൾ തരും. God will reward you. കർത്താവ് വിടുതലയക്കും. God will give you healing. കർത്താവ് ശത്രുവിന്റെ മുമ്പിൽ മേശയൊരുക്കും. God will prepare a banquet in front of our enemy. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ When we look at the history of Israel, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. there's a part that we see. എപ്പോഴൊക്കെ ഇസ്രായേൽ ദൈവവഴി വിട്ടുപോയോ Whenever Israel left from the Lord's presence, അപ്പോഴൊക്കെ ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. God has punished them also. ഇന്നത്തെ തലമുറ, ഇന്ന് ജീവിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത്, What we as this generation should know is, എപ്പോഴൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ദൈവത്തിന് അത് ഇഷ്ടമല്ല. whenever we go away from the Lord's presence, God does not like it.
ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പേരെടുത്ത് പറയട്ടെ. I would like to name each one of you here. എപ്പോഴൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന കുറയുന്നോ, Whenever your prayer is less, നിങ്ങളുടെ വചനം കുറയുന്നോ, when your reading is coming reduced, നിങ്ങൾ ദൈവത്തിങ്കൽ നിന്ന് അകലുന്നോ, whenever you're going away from God, തെറ്റിൽ അകപ്പെട്ട് പരാജയപ്പെടുന്നോ, when you fall into the trap and you have become a failure, ഒരമ്മ വേദനിക്കുന്നത് പോലെ, അപ്പൻ വേദനിക്കുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മളെ നോക്കി വേദനിക്കുകയാണ്. how our parents get worried about us, same way God is also worried about you and me. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നത്. That's what the word of God says. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോ സ്വർഗം അവനെ നോക്കി സന്തോഷിക്കുന്നു. When a sinner repents and comes to the Lord, the heaven is glorifying and happy there. ഇന്ന് പകരം നമ്മൾ ചിന്തിക്കോ, We think, ഈ പറയുന്ന കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക്. I don't have all this kind of problem in me. പക്ഷേ But ദൈവം പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് നമ്മൾ വളരുന്നുണ്ടോ? are we growing in the way God expects in us? നമ്മളൊക്കെ കൃഷി ചെയ്യുന്നവരാ. We all do agriculture work. കൃഷി ചെയ്തിട്ട് When we do the agriculture ഫലം work, എടുക്കാൻ പോകുമ്പോൾ when we go to the harvest, ചെറിയ ഫലമായാലും നമ്മൾ സന്തോഷിക്കും. even for the small harvest that we get, we are still happy. പക്ഷേ But നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർന്ന ഫലം കിട്ടിയാലോ if we are getting beyond our expectation, how do we feel? നമ്മൾ അതിസന്തോഷമുള്ളവരായിത്തീരും. We will be extremely happy. മാത്രമല്ല Not only that, നമ്മുടെ അയൽവക്കക്കാരോടും വീട്ടുകാരോടും ഒക്കെ പറയും, ഞാൻ ഇന്നത് ചെയ്തു, എനിക്ക് വലിയൊരു പ്രതിഫലം കിട്ടി, ഫലം കിട്ടി, അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു. so we started sharing the happiness that we received because of the fruitfulness that we got from the harvesting, and we tell it to our family and to our near ones. അപ്പോൾ കർത്താവ് പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് നമ്മൾ വളരണം. So we should live a life according to His desire. ഇനി മൂന്നാമത്തെ കാര്യം, The third thing, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. we should call upon the Lord. കർത്താവിന്റെ നാമത്തെ We വിളിച്ചപേക്ഷിക്കുക. should call upon the name of the Lord. നാലാമത്തെ കാര്യം, The fourth thing is, ദൈവത്തിൽ സന്തോഷിക്കുക, we have to rejoice in His presence. അവന്റെ രക്ഷയിൽ പുകഴുക. We have to be happy in His അതാണ് നമ്മൾ salvation. 85 സങ്കീർത്തനം അതിന്റെ 6 വാക്യത്തിൽ വായിച്ചത്. That is what we read in Psalm 85. നിന്റെ ജനം verse 6. നിന്നിൽ ആനന്ദിക്കേണ്ടതിന്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്. Will you not revive us again, that your people may rejoice in you? അപ്പോൾ ദൈവത്തിൽ സന്തോഷിക്കണം. So we should be rejoicing in His എത്ര presence. പ്രതിസന്ധികൾ വന്നാലും, However problem comes to you, എത്ര കഷ്ടങ്ങൾ വന്നാലും, however difficult comes to you, ഏതൊക്കെ നിരാശകൾ വന്നാലും, whatever kind of worries come to you, നമ്മൾ ദൈവത്തിൽ we സന്തോഷിക്കുന്നവരായി. should rejoice in the Lord's presence. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ എന്റെ വാക്ക് ഇവിടെ I would നിർത്തുകയാണ്. like to wind up my words like this. എങ്ങനെ കർത്താവ് നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത് പോലെ How God expects from us ഉണർത്തപ്പെടാൻ to be revived. നമ്മൾ ദൈവസന്നിധിയിൽ തയ്യാറാണ്. Let us surrender and be ready for it. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ Let അനുഗ്രഹിക്കും. the Lord bless us through His word. തുടർന്നുള്ള ആ സമയങ്ങൾ സാക്ഷ്യത്തിനായി നൽകി തരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. This is time for the testimony. Let God bless each one of us.